2025 വിട പറഞ്ഞ് പുതുവർഷത്തിലേക്ക് പുത്തനുണർവോടും പുതു ചൈതന്യത്തോടും കൂടെ പ്രവേശിക്കാൻ നമുക്കൊരുങ്ങാം. 2025 വിട പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. വിസ്മയനീയമായ വിധത്തിൽ അവിടുന്ന് നമ്മെ പരിപാലിച്ചു നയിച്ചു. ജീവിതത്തിൽ വരാമായിരുന്ന നിരവധി വിപത്തുകളിൽ നിന്ന് അവിടുന്ന് നമ്മെ സംരക്ഷിച്ചു. എല്ലാറ്റിനും വേണ്ടി സർവശക്തന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ദൈവസ്നേഹത്തിന് വിരുദ്ധമായി സ്വജീവിതത്തിൽ വന്നുപോയ തിന്മകളെയും ചെറുതും വലുതുമായ വീഴ്ചകളെയും പ്രതി അനുതാപത്തോടെ നമുക്ക് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. യഥാർത്ഥ അനുതാപം നമ്മെ ജീവിത പരിവർത്തനത്തിലേക്ക് നയിക്കും. ശരിയായ അനുതാപത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ നല്ലൊരു കുമ്പസാരം നടത്തി പുതുവർഷത്തിലേക്ക് പുതുചൈതന്യത്തോടെ പ്രവേശിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 2026 അനുഗ്രഹപൂർണമാക്കാൻ 7 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. 1. വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമായ ഒരു ജീവിതം നയിച്ച് ജീവിതം അനുഗ്രഹപൂർണമാക്കാൻ ശ്രദ്ധിക്കുക. 2. എപ്പോഴും ദൈവ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തിനുപരിയായി പ്രതിഷ്ഠിച്ച് ദൈവ തിരുമനസ്സിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുക. 3. യേശു മിശിഹായുടെ ധ്യാനപരമായ രഹസ്യ ജീവിതവും പ്രവൃത്തികളാൽ വിശിഷ്ടമായ പരസ്യ ജീവിതവും അടുത്തനുകരിച്ച് മിസ്റ്റിക്കൽ മാർഗവും താപസ ചൈതന്യവും സമന്വയിപ്പിച്ച ഒരു ജീവിതശൈലി സ്വന്തമാക്കാൻ പരിശ്രമിക്കുക. അനേകരെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 4. ദൈവ തിരുമുൻപിൽ യാചകരാകാതെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധകരായി ജീവിക്കുക. 5. ജീവിതത്തിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ഓരോ നിമിഷവും രക്ഷാകരമാക്കുവാൻ പരിശ്രമിക്കുക. സഹനങ്ങളെല്ലാം കൃപകളാക്കി രക്ഷാകരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 6. ആത്മനിറവിൻ്റെയും പ്രേക്ഷിത തീഷ്ണതയുടെയും ഒരു പുതുയുഗം സംജാതമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എല്ലാവരെയും അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 7. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ വിശുദ്ധമായ ദൈവൈക്യ ജീവിതം നയിക്കാനും സകലരെയും ദൈവൈക്യ പാതയിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനും വഴികാട്ടി നയിക്കാനും നിരന്തരം പരിശ്രമിക്കുക. അങ്ങനെ നമുക്ക് ചുറ്റും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാക്കാനും നമ്മുടെ കർത്താവിൻ്റെ മഹാജൂബിലിക്കും മഹത്വപൂർണമായ പുനരാഗമനത്തിനും വഴിയൊരുക്കാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പരിശ്രമിക്കാം. സകലരെയും അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. ഈ 7 കാര്യങ്ങളും പ്രായോഗികമാക്കാൻ സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.